വെൽക്കം ബാക്ക് ടു ദേദിയ. ഒരു ഇൻട്രോൻ്റെ ആവശ്യമില്ല, പക്ഷേ എന്നാലും ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു MC ഉണ്ട്, അത് ചെയ്യണം എന്ന്. ഒരു എൻഗേജ്മെൻറ്റ് റിസപ്ഷനാണ്. സംഭവം കളറാക്കണം, കുറേ ടാസ്കും ഒക്കെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അവർ ചെയ്യോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കോസ്റ്റ്യൂം, സാരി ഉടുക്കണം. സാരി ഉടുക്കാൻ അറിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, അറിയില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. പക്ഷേ നമുക്ക് സാരി ഉടുപ്പിക്കാൻ എപ്പോഴും ആൾക്കാരുണ്ടാവില്ലല്ലോ. സോ ഇങ്ങനെ ഉടുത്താണ് പഠിക്കുന്നത്. സോ ഞാൻ പോയി സാരി ഉടുക്കട്ടെ. You chose to walk, give what we had away. I hope you get what you're looking for. But babe, with me, you close the door on everything we could have been. Don't go thinking we could be friends. No, you can't bring us back from the dead. 'Cause when you know ലാസ്റ്റ് നിമിഷം ബ്ലൗസ് ഒന്ന് മാറ്റേണ്ടി വന്നു. ആ ബ്ലൗസ് ഇതിനകത്ത് ചേരാത്ത പോലെ തോന്നിയുകൊണ്ട് ഈ ബ്ലൗസ് ആക്കി. ഇതും ആക്ച്വലി ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇത് എൻ്റെ സാരിയല്ല, അമ്മേൻ്റെ സാരിയാണ്. സോ കിട്ടിയ ബ്ലൗസ് വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഇത് സുല്ലിയാകണം. ഈ ബുക്ക് വായിച്ചിട്ടുണ്ടോ? ഇറ്റ് എൻഡ് വിത്ത് അസ്. എൻ്റെ പൊന്നെ, ഈ ബുക്കിനെ പറ്റി ഞാൻ കുറേ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് വായിക്കുന്നത്. ഒരു രക്ഷയില്ല, ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. ഇതിൽ പറയുന്ന പല കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. ഇതിൽ ലില്ലി ചെയ്ത കാര്യം ഐ വിഷ് മൈ മദർ വുഡ് ഡു ദാറ്റ്. ബട്ട് ലൈഫ് റിയാലിറ്റി വ്യത്യാസമാണ്. നമുക്കെപ്പോഴും സ്റ്റോറിയിലുള്ള പോലെ റിയാലിറ്റിയിൽ വരണമെന്നില്ല. ബട്ട് ഇത് ഈ ഓദറിൻ്റെ അമ്മയുടെ ലൈഫാണ്. പുള്ളിക്കാരി കുറച്ച് പോയറ്റിക്കായിട്ട്, കുറച്ച് ഡ്രമാറ്റിക്കായിട്ട് എഴുതിയിരിക്കുന്നത്. ബട്ട് ഇറ്റ് വാസ് സോ ഗുഡ്. സാധാരണ എനിക്ക് ഇംഗ്ലീഷ് ബുക്ക് വായിക്കുമ്പോൾ കഥയൊന്നും മനസ്സിലാവില്ല, ജസ്റ്റ് ഞാൻ വായിച്ച് പോവും. എന്താ വായിച്ചതെന്ന് കൂടെ അറിയില്ല. പക്ഷേ ഞാൻ ഫസ്റ്റ് കംപ്ലീറ്റ്ലി ഇന്നായിട്ട് വായിച്ചു തീർത്ത ബുക്ക് ഇതാണ്. ഒരു രക്ഷയില്ല. ഇനി ഇതിൻ്റെ ഇറ്റ് സ്റ്റാർട്ട് വിത്ത് അസും കൂടെ വായിക്കണം. നമ്മളങ്ങനെ സാരി കൊടുത്ത് ഒരുങ്ങി സുന്ദരിയായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിച്ച് പോകണം. സ്കൂട്ടി ഓടിച്ച് പോകുന്നതിന് പ്രശ്നമില്ല, പക്ഷെ സാരി ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ടാസ്ക്കാണ്. ബട്ട് ഐ വിൽ മാനേജ്. ഇന്നത്തെ പരിപാടിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റുമോ എന്നറിയില്ല. സാധാരണ എൻ്റെ കൂടെ അനിയത്തിയോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടാവലുണ്ട്. ഇന്ന് ആരുമില്ല, അതുകൊണ്ട് വീഡിയോ ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഹാളിലേക്ക് വാ. നമ്മൾ ലൊക്കേഷനിലെത്തി, മൈക്ക് ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ ചെക്കനും പെണ്ണും ഗസ്റ്റുകളും എത്തിക്കഴിഞ്ഞാൽ മതി, നമുക്ക് പരിപാടി കളറാക്കാം. എത്രയൊക്കെ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു പുതിയതായിട്ട് ഒരെണ്ണം ചെയ്യുമ്പോൾ കുറച്ച് നെർവസ്നെസ് അത് നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ തിരിച്ചു പോവാ. സംഭവം അടിപൊളിയായിരുന്നു, കളറായിരുന്നു. ഇന്നത്തെ MC പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ചെയ്തുകൊണ്ടെന്ന് പറയില്ല, നല്ല അടിപൊളി പരിപാടിയായിരുന്നു. ഞാൻ സത്യം പറയാലോ, ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്, എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനാണ്. നമ്മൾ എൻഗേജ്മെൻറ്റ് ജസ്റ്റ് കേക്ക് കട്ടിങ് അതിൽ മാത്രം ഒതുക്കാതെ കുറച്ച് ഗെയിംസൊക്കെ വെച്ച് ചെക്കനൊക്കെ നല്ല പണി കൊടുത്ത് അവരെ കൊണ്ട് പ്രപ്പോസൊക്കെ ചെയ്യിപ്പിച്ച് നൈസായിരുന്നു. വീഡിയോ ഞാനൊന്നും എടുത്തിട്ടില്ല. വീഡിയോ ക്യാമറമാൻ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം, കിട്ടിയില്ലെങ്കിൽ സോറി. ഞാൻ പോയി ഈ കിരീടത്തിൽ നിന്നൊന്ന് ഇറങ്ങട്ടെ, സാരിക്ക് നയിച്ച് വെച്ച് കുറച്ച് ഫ്രീ ആട്ടെ. സോ ദിസ് ഇസ് ദിയ സൈനിങ് ഓഫ്. ബൈ.